go ahead. Good morning. Good morning. Go ahead. Go ahead. We can start the meeting. Can we start the meeting? Devika, you have joined Pudi us. sir. Don't wait for anybody. Please start. Go ahead. Devika, you have joined us. Sometimes starting is very important. All the mic. Thank you, Suresh. Thank you for unmuting me. We will start the meeting. We will start with a prayer. I invite Ritu Ravikumar, daughter of M.S. Ravikumar and Veena Ravikumar, for the prayer. Ritu, please. I invite you for the prayer. Ritu, can you hear me? Ritu, can you hear me? Veena, Ritu is here. Veena, Ritu is here. Oh, Veena cannot speak because she is unmuted. So please unmute Ritu or Veena. Please unmute Veena. Suresh, please unmute Veena. All are muted. Veena, can you hear me? Yeah. Please unmute yourself and speak. Please unmute yourself and speak. ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം ഗരധാരി എന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവൻ. ന്റെ ഈ ഹാർമണി ഫാമിലി ഓണം ബുള്ളറ്റിൻ പ്രസിദ്ധീകരണ സൂം മീറ്റിംഗിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ VP സുഭാഷ്, TKM 60+ മില്ലേനിയം ക്ലബിന്റെ പ്രസിഡന്റ്. TKM എഞ്ചിനീയറിംഗ് കോളേജിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയാണ് TKM 60+ മില്ലേനിയം ക്ലബ്. That is how we call it, TKM 60+ മില്ലേനിയം ക്ലബ്. 60 വയസ്സ് മുതൽ 85 വയസ്സ് വരെ പ്രായമുള്ളവരാണ് ഈ ക്ലബിലെ അംഗങ്ങൾ. നമുക്കിന്നിവിടെ 2 സെലിബ്രിറ്റി അതിഥികളാണുള്ളത്. ഒന്ന്, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ബുള്ളറ്റിൻ പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ശ്രീമതി മേതിൽ ദേവിക. മറ്റൊന്ന്, നമ്മുടെ അതിഥി ഹിരോമി മരുഹാഷി സാർ. എല്ലാവരും അറിയുന്ന ഇവരെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ അവരെ പരിചയപ്പെടുത്താൻ ഞാൻ പിന്നീട് വരാം. ഈ മീറ്റിങ്ങിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ബുള്ളറ്റിൻ ഉദ്ഘാടനവും പ്രസിദ്ധീകരണവും. മറ്റൊന്ന്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുടെ അവതരണം. നമ്മുടെ പ്രയത്നശാലിയായ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ സുന്ദരമായി അണിയിച്ചൊരുക്കിയ ഈ ഓണപ്പതിപ്പ് മുഖ്യ പത്രാധിപർ ശ്രീ കൃഷ്ണകുമാർ മൂല്യവർദ്ധന വരുത്തി ഇവിടെ അവതരിപ്പിക്കുന്നു. ഞങ്ങൾ ചാർജ് എടുത്ത ഉടൻ ബുള്ളറ്റിന്റെ പ്രസിദ്ധീകരണം ഞാൻ പ്രഖ്യാപിച്ചപ്പോൾ ഇത്രയും അറിവിന്റെയും സാഹിത്യത്തിന്റെയും ഒരു തീരാ ഖനി നമുക്കിടയിൽ ഒളിഞ്ഞിരുന്നെന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല. ചില നല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഏപ്രിൽ 1 ചുമതലയേറ്റ ഞങ്ങൾ മെയ് 1 ഒരു ബുള്ളറ്റിനും വീണ്ടും ഓഗസ്റ്റ് 15 ഗംഭീരമായി അണിയിച്ചൊരുക്കിയ മറ്റൊരു സോവനീറും പ്രസിദ്ധീകരിച്ച ശേഷം ഇന്ന് ഈ ഓണനാളിൽ ഈ
ഈ ബുള്ളറ്റിൻ കൂടി പ്രസിദ്ധീകരിക്കുമ്പോൾ 5 മാസത്തിനിടയിൽ 3 പ്രസിദ്ധീകരണങ്ങളായി കഴിഞ്ഞു. ഈ അവസരത്തിൽ നമ്മുടെ സോവനീറിന്റെയും ആദ്യത്തെ ബുള്ളറ്റിന്റെയും കർമ്മപഥത്തിൽ പ്രവർത്തിച്ചവരെ ഓർമ്മിക്കാതിരിക്കുന്നത് നന്ദിയല്ല. അതിൻ്റെ പ്രധാന കണ്ടന്റ് എഡിറ്റേഴ്സായ ഇന്റർനാഷണൽ കണ്ടന്റ് എഡിറ്ററും ടെക്നിക്കൽ റൈറ്ററുമായ ജോബ് ചാക്കോയെയും CK രാജേന്ദ്രനെയും ചീഫ് എഡിറ്ററായ ശ്രീ സിംഫണി കൃഷ്ണകുമാറിനെയും ഓർമ്മിച്ചില്ലെങ്കിൽ അത് മര്യാദയാവില്ല. അതുകൊണ്ട് അവരെ ഞാൻ വിനയപൂർവ്വം ഓർമ്മിക്കുന്നു. നമുക്ക് മനസ്സിലായി TKM 60+ അനന്തമായ ഒരു പ്രതിഭാ സ്രോതസ്സാണുള്ളത്. അതൊരിക്കലും പറ്റില്ല. ഇനി ഞാൻ എൻ്റെ മുഖ്യ കർത്തവ്യത്തിലേക്ക് ഇറങ്ങുന്നു. ഈ യോഗത്തിന്റെ മുഖ്യ അതിഥിയും പ്രശസ്ത നൃത്ത ഗവേഷകയും മികവുറ്റ വാഗ്മിയും നൃത്ത പരിശീലകയും അന്തർദേശീയ തലത്തിൽ തന്നെ തന്റെ പ്രാവീണ്യം തെളിയിച്ച ഒരു നൃത്ത അവതാരകയും ബുദ്ധിജീവിയുമാണ് ശ്രീമതി മേതിൽ ദേവിക. ശ്രീമതി ദേവികയെ ഈ ഉദ്ഘാടന കർമ്മത്തിന് ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ മാന്യദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് ഗിവ് ഹർ എ ബിഗ് ക്ലാപ്പ്. താങ്ക് യു. അടുത്ത അതിഥി ജപ്പാൻകാരിയാണെങ്കിലും ദീർഘകാലം മുൻപ് കേരളത്തിൽ വന്ന് കേരളത്തിലെ സവിശേഷമായ നൃത്താവിഷ്കാരങ്ങളായ മോഹിനിയാട്ടത്തിലും ചാക്യാർകൂത്തിലും കലാമണ്ഡലത്തിൽ തന്നെ പരിശീലനം നേടി ഇപ്പോഴും അവതരിപ്പിക്കുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന ഹിരോമി മർഹാഷി സാൻ നമ്മുടെ മറ്റൊരു അതിഥിയാണ് അദ്ദേഹം. അവരുടെ നൃത്ത ആവിഷ്കാരവും ഞങ്ങൾ ഇതോടൊപ്പം അവതരിപ്പിക്കുന്നു. ശ്രീമതി ഹിരോമി മർഹാഷി സാനിനെ നമുക്ക് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. ഒരു കയ്യടി കൊടുക്കാം, അവർക്കൊരു കയ്യടി കൊടുക്കാം. ഈ പരിപാടി അവതരിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്ന വർഷങ്ങളായി അടുത്ത് ബന്ധം പുലർത്തി സഹകരിക്കുന്ന UAE ചാപ്റ്റർ അംഗങ്ങളെയും ഈ പരിപാടി ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കൂടി അംഗവും UAE ചാപ്റ്ററിന്റെ മുൻ പ്രസിഡന്റുമായ ശ്രീ ES സുരേഷിനെയും ഈ യോഗത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത് സഹകരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള TKM ഗ്ലോബൽ അലുമിനി അംഗങ്ങളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് ചാപ്റ്ററുടെ അംഗങ്ങളെയും മറ്റതിഥികളെയും ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ കാണുന്നുണ്ട് പലരെയും, ട്രിവാൻഡ്രം ചാപ്റ്റർ ഉൾപ്പെടെ കൊച്ചിൻ ചാപ്റ്റർ ഉൾപ്പെടെ പല അംഗങ്ങളെയും ഞാൻ ഇവിടെ കാണുന്നു. ഗ്ലോബൽ അലുമിനി ഉൾപ്പെടെ ഒരുപാട് അംഗങ്ങളെ ഞാൻ ഇതിനകത്ത് കാണുന്നു. നന്ദി, എല്ലാവരോടും നന്ദി. ഇതിന്റെ വോയിസ് ഓവർ വീഡിയോ ചെയ്ത ഇതിന്റെ നമ്മുടെ ചീഫ് ഗസ്റ്റിന്റെ മേതിൽ ദേവിക മാഡത്തിന്റെ ഒരു വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിന്റെ സിംഫണിയാണ് അതിന്റെ വീഡിയോ കണ്ടന്റ് ചെയ്തത് സിംഫണിയാണ്. അതിന്റെ വോയിസ് ഓവർ ചെയ്തത് നമ്മുടെ കൃഷ്ണകുമാർജിയുടെ മകൾ ധന്യയാണ്. ഒരു വളരെ പ്രസിദ്ധിയുള്ള അറിയപ്പെടുന്ന ഒരു മീഡിയ പേഴ്സണാണ് ശ്രീമതി ധന്യ. ഒരു സർക്കാർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണത്. ഏറ്റവും അവസാനമായിട്ടാണെങ്കിലും ഒട്ടും പ്രാധാന്യം കുറയാതെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി. നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ വെർച്വലായിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. നമ്മൾക്ക് ഒരു വിളക്ക് എത്തിക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും എത്തിച്ചേരാനൊക്കെ പാടാണ്. നമ്മൾ സാധാരണ ഞങ്ങളുടെ കൺവെൻഷനായിട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രധാന കാർമ്മികത്വം വഹിച്ച കണ്ടന്റ് എഡിറ്റർ ശ്രീമാൻ രത്നകുമാറിനെ ഞാൻ ഇതിന്റെ ഒരു ദീപം തെളിയിക്കാനായിട്ട് ക്ഷണിച്ചുകൊള്ളുകയാണ്. ശ്രീ രത്നകുമാർ ഈസ് ദി ജോയിന്റ് സെക്രട്ടറി ആൻഡ് ഇതിന്റെ ജീവനാടി, ഈ ബുള്ളറ്റിന്റെ ജീവനാടി, ഒള്ളി കണ്ടന്റ് എഡിറ്റർ. അദ്ദേഹം അണിയിച്ചൊരുക്കിയ ഈ ബുള്ളറ്റിൻ കൃഷ്ണകുമാർജി ചീഫ് എഡിറ്റർ അത് കൂടുതൽ ശോഭ വരുത്തി. എങ്കിലും അതിന്റെ പ്രധാനമായിട്ട് ഇതിന്റെ അവകാശപ്പെടാവുന്നത് ശ്രീ രത്നകുമാറിനാണ്. രത്നകുമാർ, ഐ ഇൻവൈറ്റ് യു ഫോർ ലൈറ്റിംഗ് ദ ലാമ്പ്. ഓക്കെ, റെഡിയാണ്. സുരേഷ്, ആർ യു റെഡി? രത്നകുമാർ, ആർ യു റെഡി? സുരേഷ്, now the next
next one, the most important thing, introduction of chief guest by our Symphony V. Krishna Kumar, the chief editor of Harmony Onam Family Bulletin. I invite Sri V. Krishna Kumar, our chief editor, for introducing our chief guest. Krishna Kumar, please. Can you hear me? And can you see me? Yes. Yes, no problem. Good Louder, morning, dear please. friends. Louder, please. Keep the mic nearer. One second. No, it is muted. It seems muted. Okay. Suresh, please unmute me. You're unmuted. We can hear you. Okay. Good morning, dear friends. Nearer. Good morning. Chief guest of the day, Srimati Mithil Devika, respected Professor Lebasa, President BP Subhashi, our special guest, Ms. Hiromi Marushashi, my dear TKM 60 plus friends, and members of all different UAE as well as all world chapters of TKM, members of the Managing Committee, Executive Committee, and Regional Committees. It is my proud privilege and pleasure to introduce the chief guest of the day, Srimati Mithil Devika. Mithil Devika is an educator, a scholar, and a highly acclaimed Indian classical dancer of Mohiniyattam. She has performed at major concerts in USA, Europe, Australia, Singapore, and many stages in India. Ms. Mithil Devika is a professor and research guide at York University, Canada, in addition to being empaneled artist and fellow of the Indian Council of Cultural Relations, Government of India. Mithil Devika's magnum opus, Sarpa Tattvam, which I also had the privilege of witnessing, was the first ever Indian classical dance film that got selected to the contention list of Oscar Academy Awards in 2019, which is a very, very important, very, very great achievement. Well, you don't just speak about a great dancer. What you do is you watch a dance. After all, seeing is believing. I'm very happy to present a video presentation on Mithil Devika prepared by my daughter Dhanya. Let us watch that video. Welcome. Once again, welcome Mithil Devika ji. Thank you. Thank you, V. Krishna Kumar, for nicely introducing the brilliant Mithila, who is a scholar. Mithil Devika is a well-known dancer, researcher, educator, scholar and proponent of the Indian classical dance form of Mohiniyattam. Her performances at dance concerts have been praised for the way she has redefined Mohiniyattam by exploring universal human emotions. Devika has given lecture demonstrations and paper presentations in various schools and institutes in India and at universities abroad, propagating Mohiniyattam and Malayalam literature, music and poetry through her art. She has curated festivals such as the 5-day Chilanka Dance Festival in Thiruvananthapuram. She won the state honour, the Kerala Sangeeta Nataka Academy Award for Mohiniyattam in 2010 and the National Award Ustad Bismillah Khan Yuva Award instituted by the Kendra Sangeeta Nataka Academy in 2007. Devika is an A-graded artist in Doordarshan and was empaneled in SPICMACAY. She is an empaneled artist and fellow of the Indian Council of Cultural Relations, Delhi. She won the Madras Music Academy's Best Dancer Award in 2016 for the Mid-Year Fest. Mithil Devika is a professor and research guide at the York University in Canada. Her dance archival film, Sarpa Tattvam, was the first ever Indian classical dance film that got into the contention list of Oscar Academy Awards in 2019. Her performances at dance concerts in the USA, Europe, Australia, Esplanade Theatre, Singapore, and for major festivals like the Kerala Fine Arts Society and the Ustad Bismillah Khan Yuva Puraskar Youth Festival have been praised for how she has redefined Mohiniyattam by exploring universal human emotions. Mithil Devika is married to veteran actor Mukesh, now serving MLA in the Kerala Legislative Assembly. Yes, he is on standby. He is on standby. With your speech, proceed. We invite. Because I will introduce you.
I have introduced, but I think that video. Did you hear my introducing her? Yes. Yeah. Fine. Please on standby. So in which case, if we can put Methul Devika ji onto the screen. Yeah, I think I'll take over. Yeah, she is. Yeah. Thank you, Very madam. good. Please. ഒന്ന് mute ചെയ്യാമോ, because there's a lot of different disturbance. Yes, please. Can you hear me now? Yes. Yeah, okay. So, ellarkkum ende namaskaram. Thank you so much for inviting me into this function, especially Symphony Sri Krishna Kumar sir, and thanks for that wonderful video you made with your daughter. Ende prathekam nanni ariyikkanam. എനിക്ക് ഈ ഒരു ചടങ്ങിന്റെ ഒരു പ്രത്യേകത തോന്നി വെച്ചാൽ ഇതൊരു 60+ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇപ്പൊ നമ്മള് 60+ ആയതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു ടെക്നിക്കൽ ഗ്ലിച്ചസ് വന്നിട്ടും നിങ്ങളെല്ലാം വളരെ പേഷ്യന്റ് ആയിട്ട് ഇരുന്നത്. ഇപ്പൊ നമ്മുടെയൊക്കെ ഞാൻ സാധാരണ സൂം മീറ്റിംഗ്സ് നടത്തുമ്പോ കുറെ ഭയങ്കര ഇപ്പൊ 20s 30s പിള്ളേരാണ് വെച്ചാൽ അവരെപ്പോ പോയിന്ന് ചോദിച്ചാൽ മതി. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ this batch and the fact that you are more resilient and you're all more patient with life. അതുകൊണ്ട് തന്നെയാണ് ഐ ഫീൽ ഞാൻ ഈയിടെ എവിടെയോ വായിച്ചു പാൻഡമിക്കില് ഏറ്റവും പവർഫുൾ ആയത് 60+ ആയിട്ടുള്ള ആൾക്കാരാണ് ഇത്രേ. എന്താ വെച്ചാൽ ഒന്ന് ഇസ് ഫിനാൻഷ്യൽ ഫ്ലക്ച്വേഷൻസ് ധാരാളം അവർക്ക് വന്നിട്ടില്ല, ബിക്കോസ് they've been relying a lot on their investments, and there's much more stability in their the financial resilience kore kude undu, because they are all prepared anyways. Pinne adepole thanne ഏറ്റവും കൂടുതൽ 60th ബർത്ത്ഡേസ് ആഘോഷിക്കുന്ന മേജർ ആയിട്ടുള്ള പോപ്പുലേഷൻസ് നമ്പർ is the 60+, because ഇനിയുള്ള കാലഘട്ടം പാൻഡമിക് കാരണം ഇൻഫെർട്ടിലിറ്റി കൂടും, അൺഎംപ്ലോയ്മെന്റ് കൂടും. സോ ഇത് കാരണം ഐ ഗെസ് ഞാൻ ഈയിടെ ഒരു ആർട്ടിക്കിൾ വായിച്ചതേ ഉള്ളൂ that the 60+ are being much more powerful, and also the fact that you're all accessing online resources, and you're using Zoom and internet and all social media. Improves a lot of your skills. It reduces a lot of impending loneliness. അപ്പം എപ്പോഴും ഈയിടെ എന്നോട് ചോദിച്ചു മറ്റേ വാക്സിനേഷൻ ഒക്കെ ആർക്കായിരിക്കണം. we had a basic debate on demography and the pandemic. So I was saying vaccinations-ഉം എല്ലാ ഫെസിലിറ്റീസും ഇനി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് is this generation, because they seem to be much more strong. There's a lot more we can learn from them under these times, because they have seen everything. അപ്പം ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഐ തിങ്ക് വാട്ട് യു ഹാവ് സീൻ ഓഫ് ലൈഫ് ഇസ് വെരി പ്രഷ്യസ്. മുകേഷ് ഏട്ടന് ഇടയ്ക്ക് പറയും തമാശയ്ക്ക്, ശരിക്കും സ്ട്രോങ് ആണ്, 60s സ്ട്രോങ് ആണ്, പക്ഷെ വയസ്സായി എന്ന് അറിയുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മൾ വയസ്സായി എന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് ചോദിക്കുമ്പോ ഹി സേസ് ഭാര്യ എപ്പോഴാണ് നമ്മളെ സംശയിക്കാണ്ടിരിക്കുന്നത്, നമ്മുടെ ഫോൺ എപ്പോഴാണ് നോക്കാണ്ടിരിക്കുന്നത്, അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് വയസ്സായി. നമ്മളെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളാം വയസ്സായി. ഞാൻ പറഞ്ഞു അത് നിങ്ങൾ വയസ്സായത് കൊണ്ടല്ല, നമ്മൾ വൈസായി, ഭാര്യമാർ WISE ആയി, ബിക്കോസ് വി നോ there's no point doing all that. So on a lighter note, എന്തായാലും ഈ ഓണക്കാലം ഇങ്ങനെ ആഘോഷിക്കുന്നതും നല്ലതാണ്, ബിക്കോസ് ഒരു സോഷ്യൽ ഡിസ്റ്റൻസിങ് നോം വരുമ്പോൾ നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റീസ് ദൈവം സഹായിച്ച് കിട്ടുകയാണല്ലോ. there's a lot more avenues open for us, and we are all exploring this, and therefore എനിക്ക് തോന്നുന്നു കുറെ കൂടെ there's a lot more intimacy in some case, although the physical ഒരു proximity ഇല്ലെങ്കിൽ പോലും. പിന്നെ TKM എഞ്ചിനീയറിംഗ് കോളേജ്, ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ്. ശരിക്കും ഇത്രയും ടെക്നിക്കൽ റിച്ചസ് വരാൻ പാടില്ല, എന്നാലും
TKM is a very strong college. In that, and Spikmakke concerts and TKM, like 2-3 times I've had my Spikmakke concerts. And I remember during the course of my lecture demonstrations, ആദ്യം ബോയ്സ് വർ ആദ്യം ഒരു ഫസ്റ്റ് 2 minutes ഭയങ്കര കൂട്ടിങ് ആയിരുന്നു. പക്ഷെ അവർക്ക് എന്താ മോഹിനിയാട്ടം, മോഹിനിയാട്ടത്തിൽ എന്താ ഉള്ളതെന്നുള്ള ഒരു പ്രീ കൺസീവ്ഡ് നോഷനിൽ വരുന്നതാണ്. But the moment you talk about your art form, and the moment you show them that there are subtle layers in it, and layers that really bring you back into your soul, I feel I have tried a lot of art forms, but I think the thing about Mohiniyattam is that there's something so meditative about it that it brings you back to your soul. It brings you back home. And I probably think it's basically the spiral energy within and outside. But that doesn't mean I want to stay home always. I would like to try other energies as well. But the fact that our art form is very precious, and I think of late people have been getting to know a lot more about their intricacies and nuances, and that probably you're going to see her perform, so you probably know that this is not just pure entertainment. This has a lot more things happening in this art form, emotionally and spiritually and mentally. There's a lot going inside than outside. So on this note, എല്ലാവരും സാമൂഹിക അകലം പാലിക്കാം. I don't know when നമ്മൾ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം when is our next public performance? ഒരു 500 പേർ ഇരുന്ന് കാണുന്ന നമ്മുടെ പെർഫോമൻസ് എപ്പോഴാണെന്ന് അറിഞ്ഞൂടാ. എത്ര വയസ്സാവും ആ സമയത്തൊന്നും അറിഞ്ഞൂടാ. നമ്മുടെ ആരോഗ്യസ്ഥിതി എന്താവും എന്ന് അറിഞ്ഞൂടാ. So I think art is most affected during this thing, and obviously നമുക്ക് ഒരു മീഡിയ തരുന്ന ഒരു എന്താണ്, നമുക്ക് ഒരു നേരിട്ട് കാണുന്നതിന്റെ ഒരു vibration അല്ലെങ്കിൽ ഒരു chemistry, probably won't get it online, but even then with cameras and stuff, a lot of things are possible. Let's hope we tide over this. ഞാൻ എൻ്റെ കൊറോണ വീഡിയോ, I don't know how many people had seen. ആദ്യം ഈ പാൻഡമിക് വന്ന ഉടനെ വൈറലായ വീഡിയോ ആയിരുന്നു. സോ അതിൽ ഞാൻ താപത്രയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. It became viral because of that concept that I brought in Tabatrayas being ആദി ദൈവികം, ആദി ഭൗതികം, ആദി ആധ്യാത്മികം. അതായത് നമ്മുടെ മെന്റലി ഇൻഫ്ലിക്റ്റഡ്, മറ്റുള്ളവർ ഇൻഫ്ലിക്ട് ചെയ്യുന്ന, പിന്നെ നേച്ചർ ഇൻഫ്ലിക്ട് ചെയ്യുന്ന. ഇതൊന്നും പക്ഷെ നമുക്ക് ഐസൊലേഷനിൽ കാണേണ്ട കാര്യമില്ല. These are all interdependent. The Tabatrayas are interdependent. One leads to the other, and the one causes the other is caused by one. ഈ താപത്രയങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ്. The pandemic is a very ancient challenge that we've all had to face. And മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. അതില് മഹാരോഗ ചക്രത്തിനെ ബേസ് ചെയ്ത് അദ്ദേഹം എഴുതിയ കൃതിയായിരുന്നു. സോ അതുകൊണ്ടാണ് അതിന്റെ ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ആ ഒരു പെർഫോമൻസിന് വരാനുള്ള കാരണം. എനിവേ, അപ്പൊ ഞാൻ എന്റെ കുറച്ച് വാക്കുകൾ നിർത്തിക്കൊണ്ട് ഞാൻ ഔപചാരികമായിട്ട് നിങ്ങളുടെ TKM 60+ എന്താണോ ഓണം ബുള്ളറ്റിൻ ഞാൻ റിലീസ് ചെയ്യാണ്. എല്ലാവരും സൂക്ഷിക്കുക. ആൻഡ് ബിലേറ്റഡ് ഹാപ്പി ഓണം ആണെങ്കിൽ നമുക്കൊക്കെ ഓണം എന്ന് പറയുന്ന സമൃദ്ധിയുടെ ഒരു ആക്ച്വൽ ഫെസ്റ്റിവൽ ആണ്. ബാക്കി മഹാബലി എല്ലാം പിന്നീട് വന്ന ലോറും ലെജൻഡും ഒക്കെയാണ്. ഒരു കൾമിനേഷൻ ഓഫ് ലെജൻഡ് ആണ് മഹാബലി. പക്ഷെ എസെൻഷ്യലി ധാരാളം ഒരു പ്രോസ്പെറിറ്റിയുടെ എപ്പോഴാണോ നാട്ടിൽ പ്രോസ്പെറിറ്റി വരുന്ന ആ കാലഘട്ടം, ഡ്യൂറിങ് ദി ഹാർവെസ്റ്റ്, അതിനെയായിരുന്നു നമ്മൾ ഓണമായി നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോ എല്ലാവരും ആക്ച്വലി പ്രോസ്പെറസ് തന്നെയാണ്, അല്ലേ? അപ്പം നമുക്കൊക്കെ എല്ലാപ്പോഴും ഓണം തന്നെ. പക്ഷെ ഈ ഓണക്കാലത്ത് ഇതല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് കാശില്ല. എനിക്കറിയാം, ആർട്ടിസ്റ്റ്, കഥകളിക്കാർ കുറെ പേര് കൂലിപ്പണി ചെയ്യുന്നു, ഡാൻസ് ടീച്ചേഴ്സ് ലോട്ടറി വിൽക്കുന്നു. സോ കുറച്ച് നമ്മൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ധനസഹായം വേണമെങ്കിൽ അവർക്ക് ഒരു സഹായം ചെയ്ത് ഓണം നമ്മൾ ആഘോഷിക്കാനും കൂടെ നമ്മൾ ഇനി ഏത് ഫെസ്റ്റിവലും ആഘോഷിക്കാനും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. എന്തായാലും എന്നെ ഇനർഷൻ ചെയ്യുന്ന താങ്ക് യു സോ മച്ച്. താങ്ക് യു all of you. Take care. Thank you, Dr. Medika, in a wonderful way in which you inaugurated and released this souvenir. And also, you mentioned we are old in age only. We are all young in mind. Thank you.
I didn't say you're old. I said you're all empowered. More powerful. Yeah. Thank you. Yeah. Thank you for the wonderful way she has inaugurated and released the bulletin. Now, it is a time to release this bulletin. John Varghese, are you ready there? John Varghese? I'm ready. Please highlight John Varghese. Please highlight John Varghese. Thank you. John Varghese, please switch on your camera. Yeah. John Varghese, please Right, switch on your camera. Alright, only. Yeah, but you're not a machine. No? John Varghese camera is not on. Not on, huh? No, not on. Camera is not on. 1 minute. You're logging in from two different units. Oh, no, only one. Only from my mobile, only because in other places his mobile is on. Okay, you have to switch on your mobile camera. 1 minute. He's an IT person. He's a brilliant IT person. So, 1 minute. I'll do it. Wait. not your camera is not open yet. 1 minute. Let me check. Actually, we should test these things before we start the meeting. You know. No, I was ready. It was on only. It was on. Yes, again, in between it went off. It was on only from the beginning. It is on now. No, we cannot see you. On now. We cannot see you yet. Video is on. 100% on. It seems the camera is covered. The camera is covered. You have to uncover the camera lens. No. Not covered. We cannot see you. It is cam is on only. We cannot see. Your camera is covered. The lens is covered. There may be a lock to cover the lens. Nothing is there. Unlock the lens. Nothing is there. 1 minute. Let me see. Okay. We will consider that the email has been sent to our respected chairman. Thank you. Shall I send it now? I'm just sending it now. Oh, thank you. Sending it. Thank you. Ah. John Varghese is emailing our bulletin to our beloved chairman. Please speak a few words. John Varghese, can you please speak a few words? Yeah. Please. Hello. Good morning to everybody. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്രിപ്പയർ ചെയ്ത ഓണം ബുള്ളറ്റിൻ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി ഗംഭീരമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അത് എല്ലാ ഫാമിലി മെമ്പേഴ്സും ഇൻവോൾവ് ആയിക്കൊണ്ട് നടത്തിയ ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർത്ത എല്ലാ മെമ്പേഴ്സിനും നന്ദി നടന്നുകൊള്ളുന്നു. എല്ലാവരുടെയും സഹകരണം ഇനിയുള്ള ഫ്യൂച്ചർ ഫാമിലി ബുള്ളറ്റിൻസിലും ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. Thank you, John Varghese. Thank you, John Varghese. Thank you. Now is the most important one, the Onam Bulletin address by Sri Symphony V. Krishnakumar. The Onam Bulletin address by Symphony V. Krishnakumar, the chief editor, our chief editor. I invite. Before that, Suresh, can you please scroll? Our released bulletin from the front, from the cover. Can you please? From the cover page, please go to the beginning, Please go to, from the cover, Please scroll through. Please maximize the screen. Okay, thank you. We'll proceed. We're already behind the schedule. So we will proceed with the bulletin address by Sri V. Krishnakumar. Sri V. Krishnakumar, please.
Am I on the screen? Can I go ahead? Please. Dear friends, TCAM 60 Plus is again creating history in 2020. Our very first Harmony Bulletin was released on 1st of May 2020, the International Labour Day, of our Honorable Chairman, Janab Shahal Hassan Muslia. 3 months later, our TCAM 60 Plus Harmony Souvenir, which is truly our magnum opus, was again released on the Independence Day, 15th of August 2020, again by our chairman. And these two brilliant magnum opus, as I mentioned, were basically conceived and prepared by my two co-editors, C.K. Rajendran and Job Chatterjee. Actually, we three worked together, but I think they were the two people. In fact, Mr. Rajendran was the Malayalam content editor, and Job Chatterjee was the English content editor. And the threesome, we created the Harmony Souvenir, which is now ready and printed. The souvenir per se is printed already, but now we are going to do the printing of the photos of each member. That is currently going on, and inshallah, I think God willing, we may be able to. And taking the corona head on, we successfully are releasing now our Harmony Onam Bulletin, which was actually ready from 1st of September, but is being released today. Our Onam Bulletin is almost a misnomer. It was not called a bulletin. It is almost a mini Onam souvenir with 108 pages. The sheer statistics and data will tell the story. About 70 family members in the age group of 5 years to 80 years have participated and contributed in our bulletin. Apart from our college nostalgia and the memories, short stories, poetry, cookery, photography, everything is featured. We have also introduced about 15 artists and painters in this Onam Bulletin. We have included photography and painting competitions, and all the winners and all the participants and all the artworks are featured in our bulletin. Our special thanks to and gratitude to the renowned sculptor and painter Kanai Kunjaraman and this writer Urmila Unni. As I have indicated, in the editorial board, this Harmony Bulletin is literally called, can be literally called as a Bhagirtha Prayatnam of our Onam Bulletin editor, Dr. Ratna Kumar, whom I address as artist. For the last couple of months, Ratna Kumar has been timelessly working to attract and unveil and introduce a brand new pool of family talents with a variety of content-rich tricks and genres. Apart from personally cajoling all the TCAM 60 Plus veterans and seniors to share their nostalgic memories and thoughts, and professionally interviewing many of the veterans. The direct focus of this Onam Harmony Bulletin has been the family, and we believe we have presented a new stage, a new forum for our TCAM 60 Plus family members to come together and to share this new platform. The concept of Vasudhaiva Kudumbakam, the universal family, is very successfully enacted and implemented. Our sincere thanks to the managing committee members, President Subhashi, VP Vice President John Burgess, Treasurer Murali Sharan. Special thanks to our executive committee members and all regional committee members, all our artists and vendors. Also, the guide. അതാ പറഞ്ഞു ഞാൻ മുട്ടിലാണെന്ന്. Kumar is muted still. Kumar has to unmute. Kumar has to unmute. He's on mute. He's on mute. Ah, okay. No, fine. Please proceed. Okay, come here. Kumar is unmuted now. Please proceed.
അപ്പൊ വന്നു. He is muted. Now it is fine. Now he is unmuted and he can proceed. Yes, he is already unmuted. Hello? Lot of background noise, you know. See, a lot of people were talking in the background, so I had muted everyone and had requested Mr. Krishnamar to unmute himself. He is unmuted now. He is unmuted now. Please mute, everybody else, please mute yourself. Now muted. Kumar, please unmute first and then. You were unmuted. No. Unmute. Please unmute. Please unmute. Suresh, remuted you. Please unmute now. You are on mute. Yes, fine. Go ahead, please. Please go ahead. Further. Hello? Hello? You are unmuted. Please proceed. You are unmuted now. You can speak. You can continue, please. Okay, then shall we go to the next item? Shall we go to the next item, please? Okay, since Krishnamar has closed his speech, we'll go to the next item. We'll go to the next item. Okay, fine. Now, it's another important item that's going to we are going to introduce Mrs. Hiromi Makashi-san from Japan. I request Dr. S. Kumar, please introduce her. Hello. Are you hearing? Hello. Are you hearing? Yes. Can you hear me? Yes. Can you hear? You are hearing? Are you hearing? Yes, we can hear you. Yes. ഈ ചടങ്ങില് Please highlight Dr. Kumar. ഗസ്റ്റ് ഓണറായി ഹിരോമി മരികാഷ് സാറിനെ പരിചയപ്പെടുത്തുന്നത് വളരെയധികം സന്തോഷമാണ്. ഏകദേശം 24 വർഷങ്ങൾക്ക് മുമ്പ് കേരളക്കരയെ കുറിച്ച് വായിച്ചറിഞ്ഞ കേരളത്തിൽ TK60+ കുടുംബാംഗമായ സൂര്യ കൃഷ്ണമൂർത്തി സാറിനെയും സൂര്യയുടെ വൈസ് പ്രസിഡന്റായ ശ്രീ പ്രസന്നകുമാറിനെയും പരിചയപ്പെട്ടു. അവർ മുഖേന മാർഗി സതി ടീച്ചറെ പരിചയപ്പെടുകയും നങ്ങ്യാർകൂത്ത് അഭ്യസിക്കുകയും ചെയ്തു. മാർഗി സതി ടീച്ചർ മുഖേനയാണ് കലാമണ്ഡലം ലീലാമ്മ ടീച്ചറെ ബന്ധപ്പെടുകയും ടീച്ചർ ശിക്ഷണത്തിൽ മോഹിനിയാട്ടം അഭ്യസിച്ചു. മലയാള ഭാഷയും പഠിച്ചു. ജപ്പാനിൽ അറിയപ്പെടുന്ന നർത്തകിയാണ് ഹിരോമി മരുഹാഷി-സാൻ. ഇടയ്ക്കിടയ്ക്ക് മോഹിനിയാട്ടവും അവതരിപ്പിക്കുന്നു. നൃത്തം ഒരു തപസ്യയായി കണക്കാക്കി കഠിന പ്രയത്നം ചെയ്ത്
അർപ്പണബോധത്തോടെ കേരള കലകൾ ജപ്പാനിൽ അവതരിപ്പിക്കുന്ന ഹിരോമി മരുഹാഷിസാൻ കേരള കലയുടെ ജപ്പാനിലെ അംബാസിഡർ ആണെന്ന് ഞാൻ പറഞ്ഞാൽ അതിൽ അതിശക്തിയില്ല. നന്നായി മലയാളം സംസാരിക്കാൻ അറിയാം. കേരളത്തനിമയുള്ള ഭക്ഷണ രീതി ഇഷ്ടം. കപ്പയും മീനും പെരുത്ത ഇഷ്ടം. നോട്ടം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ശ്രീ നെടുമുടി വേണുവിനെയും ശ്രീ ജഗതി ശ്രീകുമാറിനെയും വലിയ ഇഷ്ടം. ഓമനത്തിങ്കൽ കിടാവോ, ആര് ഞാനാകണം എന്നീ നൃത്തശില്പങ്ങൾ ജപ്പാൻ സർക്കാരിൻ്റെ സഹായത്തോടെ ജപ്പാനിൽ അവതരിപ്പിച്ചു വരുന്നു. കൊറോണ വൈറസ് വ്യാപനം കാരണം ജോലി ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ സഹായിക്കാനും അവരുടെ കലാസൃഷ്ടികൾ പ്രചരിപ്പിക്കുവാനും ജപ്പാന്റെയും ഇന്ത്യയുടെയും ഉള്ള സംയുക്ത പദ്ധതിയിലേക്ക് ഹിരോമി മരുഹാഷിസാറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഓണപ്പതിപ്പിന് വേണ്ടി ഇന്റർവ്യൂ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടപ്പോൾ യാതൊരു മടിയും കൂടാതെ ഇന്റർവ്യൂ തന്നു. ഇത് ഈ ഓണപ്പതിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമ നിഹോൺ കേരളീയം 2019 അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയും ജാപ്പനീസ് കലാരൂപമായ കൗഡാനുമായി സംയോജിപ്പിച്ച് ജപ്പാൻകാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഡാൻസ് രൂപത്തിൽ ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുവാൻ നടപടി എടുത്തു വരികയാണ്. ഭാരതീയ കലയും നൃത്തവും സംബന്ധിച്ച് ഓഷ ബെറീന ഇൻഡോ അഥവാ ടോക്കബിൾ ഇന്ത്യൻ ഡാൻസ് എന്ന ഒരു പുസ്തകം ഹിരോഷിമിസാൻ രചിച്ചിട്ടുണ്ട്. ഹിരോഷിമിസാനെ ഈ ചടങ്ങിലേക്ക് ഹാർദമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഹിരോമി മരുഹാഷിസാൻ ടോക്കിയോയിൽ നിന്ന് കൃത്യസമയത്തിന് ഈ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഹിരോമി മരുഹാഷിസാനെ ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. Thank you, Dr. Kumar. Ladies and gentlemen, please give her a big hand. She's a global artist. Please give her a big hand. Thank you, thank you. Please take over, madam. നമസ്കാരം. TKM അസോസിയേഷനിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ കുടുംബ അംഗങ്ങൾക്കും എൻ്റെ ഓണം ആശംസകൾ നേരുന്നു. ജപ്പാൻ കഴിഞ്ഞാരു എൻ്റെ രണ്ടാമത്തെ വീടാണ് കേരളം. കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ കേരളക്കാരെ കുറിച്ച് വായിച്ചറിഞ്ഞു കേരളം വന്നതാണ്. പിന്നെ കരമണ്ഡലത്തിലും തിരുവനന്തപുരം മറുകീര് മോഹിനിയാട്ടമയും നങ്ങ്യാർകൂത്തും പഠിച്ചു. മലയാളം അത്യാവശ്യം പഠിച്ചു ജീവിക്കാൻ വേണ്ടി. പിന്നെ കരമണ്ഡലം ഈരമ ടീച്ചർ, മറുകി സതി ടീച്ചർ എന്നെ നന്നായിട്ട് പഠിപ്പിച്ചു. വളരെ നന്ദിയുണ്ട്. കരമണ്ഡലം ഈരമ ടീച്ചർ, മറുകി സതി ടീച്ചർ, പിന്നെ സൂര്യ കൃഷ്ണമൂർത്തി സായും വൈസ് പ്രസിഡന്റായ കൃഷ്ണൻ കുമാർ സായും അടുത്ത അറിയാം. ഇന്ന് റിലീസ് ചെയ്ത് ഹാർമോണി ഓണം കുടുംബം ഓണപ്പത്തിപ്പിൽ എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. എല്ലാവരും തീർച്ചയായും വായിക്കണം. എല്ലാ അവിടെ പരാമർശിച്ചുണ്ട്. മലയാളി സുഹൃത്തുക്കൾ നടത്തുന്ന ജപ്പാനിലെ ഓണം ആഘോഷ ചെയ്യുന്നത് പരിപാടി ഞാൻ പങ്കെടുക്കാറുണ്ട്. ഓണം സദ്യ വളരെ ഇഷ്ടമാണ്. പിന്നെ സുഹൃത്തുക്കളുടെയും കുട്ടികളുടെയും പെയിന്റിങ്ങുകൾ ധാരാളം ഇവിടെ ഓണപ്പത്തിപ്പിൽ ഉണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കലയിൽ ബന്ധപ്പെടുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. കല എനിക്ക് ജീവനാണ്. എത്ര തിരക്കുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ഒരു കല പരിശീലിക്കണം. ഓണപ്പത്തിപ്പിൽ കലയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തതിൽ സന്തോഷമുണ്ട്. ഈ ചടങ്ങിൽ എന്നെ
ക്ഷമിച്ചു തിന്നു ഡോക്ടർ രത്ന കുമാറിനെയും അസോസിയേഷന്റെ എല്ലാ ഭാരവാഹികർക്കും നന്ദി. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓമന തിങ്ങരു കിടാവ് എന്ന നൃത്തത്തിന്റെ യൂട്യൂബ് ലിങ്ക് ഇന്റർവ്യൂയിൽ ഉണ്ട്. എല്ലാവരും തീർച്ചയായും നോക്കണം. കുട്ടികളുടെ ഉള്ള അമ്മയുടെ പിന്നെ അച്ഛയുടെ വളശ്രീയമാണ് ഈ നൃത്തത്തിന്റെ ആശയം. എനിക്കറിയാം ഈ ചടങ്ങ് ലോകം മുഴുവൻ TKM ലീഗ് TKM എഞ്ചിനീയർ ലീഗ് കോളേജ് കുടുംബാംഗങ്ങൾ കാണുന്നുണ്ട്. കേരളത്തെ ദൈവനൃത്യ സ്നേഹിക്കുന്ന എനിക്ക് ഈ മഹനീയമായ ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരം തന്നത് വളരെ നന്ദിയുണ്ട്. അസോസിയേഷന്റെ ഭാരവാഹികർക്ക് പ്രത്യേകിച്ച് ഡോക്ടർ രത്നകുമാറിനോടും വളരെ നന്ദി. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയ നിറഞ്ഞ ഓണം ആശംസകൾ. നന്ദി, നമസ്കാരം. നന്ദി ഹിറോമി മാഡം. ഇത്രയും നല്ല ഒരു ഓണ സന്ദേശം നൽകിക്കൊണ്ട് ഞങ്ങളുടെ യോഗത്തെ അഭിസംബോധന ചെയ്തതിൽ ഞങ്ങൾക്കെല്ലാമുള്ള നന്ദി താങ്കളെ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഞാൻ പോകണം. എല്ലാവരും വീണ്ടും എവിടെയെങ്കിലും കാണാം. തീർച്ചയായിട്ടും. താങ്ക് യു. മാഡത്തിന്റെ ഒരു നൃത്തം ഞങ്ങൾ വേണ്ടി ഇനി അവതരിപ്പിക്കുന്നുണ്ട്. മാഡത്തിന്റെ ഒരു നൃത്തം ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്, കണ്ടുകൊള്ളാം. താങ്ക് യു. എനിക്ക് സമയമില്ല, നിങ്ങൾ കണ്ടോളൂ. എല്ലാവരും നന്ദി, നമസ്കാരം. ഞാൻ പോട്ടെ. താങ്ക് യു. ബൈ ബൈ. Thank you, Hiromi. Now it is the time for Ratna Kumar to express his views as content editor. അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി, വളരെ എന്താണ് ഒരു ഒറ്റയാൻ പട്ടാളം പോലെ സ്ട്രഗിൾ ചെയ്താണ് ഈ ഓണപ്പതിപ്പ് ഇറക്കിയിരിക്കുന്നത്. മറ്റേ നമ്മുടെ നേരത്തെയുള്ള സോവനീറിനും ബുള്ളറ്റിനും സമയത്തോളാണെങ്കിൽ അവർ പിന്നെ 2 പേര് കണ്ടന്റ് എഡിറ്റേഴ്സായിട്ട് ഉണ്ടായിരുന്നു, ശ്രീമതി ജോബും CK രാജേന്ദ്രനും. അവർ വളരെ പരിശ്രമിച്ചിട്ടാണ് ഇറക്കിയത്. പക്ഷേ ഇത് ഇദ്ദേഹം ഒറ്റയാനായിട്ട് ഇത്രയും നല്ല രീതിയിലുള്ളൊരു ഹാർമണി ഓണം ഫാമിലി ബുള്ളറ്റിൻ പുറപ്പെടുവിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ശ്രീ രത്നകുമാറിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട TKM 60+ പ്രസിഡന്റ് ശ്രീ BP സുരേഷ്, ചീഫ് എഡിറ്റർ ശ്രീ V കൃഷ്ണകുമാർ, ഓണറബിൾ സെക്രട്ടറി ശ്രീ K ശശിധരൻ, ലബ്ബസാർ, ആന്റണി പിൻസാർ, UEC ചാപ്റ്റർ പ്രസിഡന്റ് ശ്രീമതി മുദ്ദാസ്, ഗുരുജനങ്ങളെ, കുടുംബാംഗങ്ങളെ, ഹാർമണി ഓണം കുടുംബ പതിപ്പിൻ്റെ കണ്ടന്റ് എഡിറ്ററായി ഭരണസമിതി ചുമതലയേൽപ്പിച്ചത് ഒരു നിയോഗമായി ഞാൻ കണക്കാക്കുകയാണ്. വ്യത്യസ്തമായ ഒരു പ്രവർത്തന രീതി ഈ കുടുംബ പതിപ്പിലുടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും മക്കളെയും ചെറുമക്കളെയും ഒരുമിച്ച് TKM 60+മായി അടുപ്പിച്ച് പ്രവർത്തനം ഊർജ്ജസ്വലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ആ ഒരു രീതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. 5 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 70-ൽ പരം കുടുംബാംഗങ്ങൾ വ്യത്യസ്തമായ കലാസാഹിത്യ സൃഷ്ടികളിലൂടെയും മധുരഗാനം ആലപിച്ചും പങ്കാളികളായിട്ടുണ്ട്. വിവിധതരം ചിത്രകലകൾ, കാർട്ടൂണുകൾ, ഫോട്ടോഗ്രാഫി, പാചകകല, കഥ, കവിത, കലാലയ സ്മരണകൾ, ഓണാനുഭവങ്ങൾ എന്നിവ ഇവയിൽ ചിലത് മാത്രം. 7 നവീന ചെറുപ്പക്കാരായ ഗായകരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 15-ൽ പരം ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും വിവിധ മേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും പഠനത്തോടൊപ്പം മികവ് തെളിയിച്ച ഒരു പറ്റ കുട്ടികളെയും കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഒരു എളിയ ശ്രമം നടത്തിയിട്ടുണ്ട്. അവരുടെ പ്രകടനങ്ങളുടെ യൂട്യൂബ് ലിങ്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ കഴിവുകൾ കൂടുതൽ കാണാനും കേൾക്കുവാനും കഴിയും. ഓണ പതിപ്പിനോടനുബന്ധിച്ച് നടത്തിയ മത്സരങ്ങളിലായ പെയിന്റിംഗ്, ഫോട്ടോഗ്രാഫി, ഓണപ്പൂക്കളം തുടങ്ങിയ മത്സരങ്ങളിൽ സമ്മാനാർഹവയെല്ലാം
ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചീഫ് എഡിറ്റർ ശ്രീ വി കൃഷ്ണകുമാറിന്റെ വിലയേറിയ അനുഭവ സമ്പത്ത് ഓണപ്പതിപ്പിനെ കൂടുതൽ ഈടുറ്റതാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേക നന്ദി പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. TKM 60+ പ്രസിഡന്റ് ശ്രീ വൈസ് പ്രസിഡന്റ് ശ്രീ ജോൺ വർഗീസ്, ഓണററി സെക്രട്ടറി കെ ശശിധരൻ, ട്രഷറർ ശ്രീ KG മുരളീധരൻ, ജോയിന്റ് സെക്രട്ടറി ശശിധരൻ തുടങ്ങി ഭരണസമിതി അംഗങ്ങളുടെ എല്ലാ നല്ല സപ്പോർട്ട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. സമയക്കുറവ് മൂലം ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി ഡോക്ടർ അക്തകുമാർ. നന്ദി ഡോക്ടർ അക്തകുമാർ. നമ്മൾ ഓൾറെഡി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തത് അനൗൺസ്മെന്റ് ഓഫ് പ്രൈസസ്. അത് നമുക്ക് അവസാനം മതിയോ? അഡ്വൈസ്, കാരണം സമയം താമസം അവസാനം അഡ്രസ് ചെയ്താൽ മതിയോ? അതർ പ്രൊസീഡിംഗ്സ് പ്ലീസ് അഡ്വൈസ് മീ. അവസാനം കുട്ടികളെ ആകാംക്ഷയായിട്ടിരിക്കുന്നു. Now it is announcement of prices of competition. പ്രസിദ്ധ ശില്പി ശ്രീ കാനായ കുഞ്ഞിരാമൻ സാറാണ് പെയിന്റിങ്ങിന്റെയും ഫോട്ടോഗ്രാഫിയുടെയും ജഡ്ജായിട്ടുണ്ടായിരുന്നത്. പെയിന്റിങ്ങിൽ 1ാം സമ്മാനം അർഹമായിരിക്കുന്നത് ഐര മരിയ ഫാസ്, സ്റ്റാൻഡേർഡ് 5, ഗ്രാൻഡ് ഓർഡർ ഓഫ് ശ്രീ AT അബ്ദുൾ റഹ്മാൻ. സ്റ്റാൻഡേർഡ് 5, grandson of Sri Kumar Service of Wells. Third prize, Muhammad Ishan Angel, grandson of Sri AT Abdul Rahman, 1969 Civil. Photography, consolation prize, Kumari Sara Faisal, Standard 9, granddaughter of AT Abdul Rahman, 1969 Civil. Onapukkalam, 1ാം സമ്മാനം കുമാരി നീത്യ കൈലാഷ്, granddaughter of PK Gopalakrishnan Nair, 1967 Mechanical. Second prize, Sri Anthony Prince, 1968 Mechanical and Extended Family. Third prize, Darshana Midhun, daughter-in-law of Subhash BP. Consolation prize, Sindhu Mahesh, niece of PK Gopalakrishnan Nair, 1967 Mechanical. Second prize, Srimati Vijaya Devi, 1983 Civil and sister of Mr. Harikumar G. Nair, 76 Electrical. Continue. Continue, sir. Thank you, Dr. Kumar. Thank you, Dr. Kumar. Now it is time for felicitation. The time to hear our beloved Lebbasar. I invite our beloved Lebbasar. എല്ലാവർക്കും സുഖമായ ലബസാറിന് ഞാൻ ഫെലിസിറ്റേഷൻ നൽകുന്നതിന് വേണ്ടി. Please. Hello, Subhash. Can you hear me? Yes, we can clear. We can hear you. We can hear. കേൾക്കാമല്ലോ. ഈ കേൾക്കാമല്ലോ. പ്രസിഡന്റ് ശ്രീ സുഭാഷ്, മറ്റ് ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥികളായി എത്തിയിട്ടുള്ള മേത്തിൽ ദേവിക, പിന്നെ ഹിറോമി മരു ഹാഷിസാൻ. ജപ്പാനിൽ 2 പേരെ എനിക്ക് ഓർമ്മയുള്ളൂ, അതൊന്നും നാഗസാക്കിയും ഒക്കെയാണ്, അതുകൊണ്ട് തെറ്റിച്ച് പറയാതിരിക്കാൻ വേണ്ടിയാണ്. മരുഹാഷിസാൻ. ഓക്കെ. മറ്റ് 60 വയസ്സ് കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ഒരു ചടങ്ങിൽ വരിക എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്ഥിരം താരമാണ്. താരമല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ സ്ഥിരം പാർട്ടിസിപ്പൻ്റ് ആണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. കാര്യം ഈ 60 വയസ്സ് കഴിഞ്ഞ പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു കുട്ടികളുമായിട്ട് അല്പനേരം കൂടി കഴിയാൻ അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. പിന്നെ ഈ രത്നകുമാർ ഈ പരിപാടി ആരംഭിച്ചപ്പോൾ തന്നെ എനിക്കറിയാം ഇതിന്റെ പുറകിലുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി. ബുദ്ധിമുട്ടുകള് കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. ഈ ഒരു പബ്ലിക്കേഷൻ പുറത്തിറക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലെന്ന് എനിക്ക് കുറച്ച് അനുഭവമുള്ളതാണ്. രത്നകുമാറിന്റെ 24 മണിക്കൂർ പ്രയത്നം ഇതിന്റെ പുറകിലുണ്ട്. അതുപോലെ തന്നെ കൃഷ്ണകുമാറിന്റെ കണ്ടം മേടിച്ച് മറ്റേ ഇതിനു വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ആൾക്കാരുണ്ട്. പല ആളുകളെ എനിക്കറിയാം. ഇതിൽ ഇന്നിപ്പം മുറയ്ക്ക് കാണാത്ത കുറെ ആളുകളെ എനിക്ക് ഇപ്പം ഇന്ന് കാണാൻ സാധിച്ചു. ഇങ്ങനെ പഴയ 60 വയസ്സ് കഴിഞ്ഞ കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കുന്ന, ആകാംക്ഷയോടുകൂടി ഇരിക്കുന്ന നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തന്നെ വളരെയധികം, ഞാൻ തന്നെ ചെറുതായെന്ന് എനിക്ക് തോന്നുകയാണ്. ഇതില് ഈ പ്രിൻസിനെ അടുത്ത കാലത്ത് കാണാറുണ്ട്, ശ്രീകുമാർ കാണാറുണ്ട്, ശശികുമാർ, പിന്നെ ബ്ലാക്ക് ആൻഡ് ഡെക്കറിലെ നമ്മുടെ പഴയ ഫ്രണ്ട് കൃഷ്ണകുമാർ, കോയക്ക് ഇന്നാണെന്ന് തോന്നുന്നു കാണുന്നത്, ഞാൻ അടുത്ത് കണ്ടായിട്ട് ഓർക്കുന്നില്ല.
പിന്നെ രത്നകുമാറിനെ മുറയ്ക്ക് ഫോണിൽ കൂടാണ് രത്നകുമാർ മുറയ്ക്ക് ബന്ധപ്പെടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ജോൺ ചാക്കോ, രാജേന്ദ്രൻ, ജോൺ വർഗീസ്, അങ്ങനെ പേര് പറയുകയാണെങ്കിൽ എനിക്ക് തന്ന 3 മിനിറ്റ് മുഴുവൻ തികയാതെ വരുന്നതുകൊണ്ട് ഞാൻ പേരുകൾ പറയുന്നില്ല. പിന്നെ എടുത്തു പറയുന്ന ശ്യാമളയുടെ പേരെന്ന് പറയുന്നു. വേറൊന്നും കൊണ്ടല്ല, ശ്യാമളയെ ഞാൻ അടുത്ത കാലത്ത് കാണാറില്ല, അതുകൊണ്ട് പറയാണ്. പിന്നെ സുരേഷിനെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകൾ മുറയ്ക്ക് കാണാറുണ്ട്. പിന്നെ നമുക്ക് ഈ പേരന്റ് ബോഡി നമ്മുടെ അലുമിനി അസോസിയേഷനേക്കാളും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് നിങ്ങളുടെ 60+. ഇപ്പൊ 60+ ഇത്രയും ഊർജം പകരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം, 100ഓളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവർക്കെല്ലാം എൻ്റെ ആശംസകൾ, ഓണാശംസകൾ. ഓണം ബിലേറ്റഡ് ഓണം ആണെങ്കിൽ തന്നെ ഓണാശംസകൾ പറയുന്നു. നമുക്കൊരു ശരിയായ ഒരു ഓണം ആഘോഷിക്കാനുള്ള അവസരം അടുത്ത വർഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്ന് നമ്മളെല്ലാവരും ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള പ്രത്യേക സന്തോഷം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ മാഗസിൻ അഥവാ ഈ പബ്ലിക്കേഷൻ വളരെയധികം കണ്ടന്റ്സ് ഉള്ളതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിന് പുറയിൽ പ്രവർത്തിച്ച ആളുകൾ ഒന്നുകൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു. പ്രത്യേകിച്ച് ഈ പ്രൈസ് വിന്നേഴ്സിനെയും, അത് രത്നകുമാറിന്റെ ഒരു പുതിയ ഐഡിയ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ ഫാമിലി മെമ്പേഴ്സിന്റെ കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടും കല പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. ആ പ്രൈസ് വിന്നേഴ്സിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പിന്നെ എനിക്ക് പ്രസംഗത്തിൽ വിശേഷിച്ചും ഹിരോമിയുടെ പ്രസംഗം എന്നെ വല്ലാതെ ആകർഷിച്ചു. അവർ ഇത്രമാത്രം നമ്മളോട് താല്പര്യമുള്ള ഒരു സ്ത്രീയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മേത്തിൽ ദേവിക ഓഫ്കോഴ്സ് ഈസ് എ റിയൽ ടാലന്റഡ് ലേഡി. എനിക്ക് അവരെ പറ്റി ഇന്ന് മാത്രമേ ഞാൻ അവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള 2 പേരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചത് തന്നെ, വേറെ ചീഫ് ഗസ്റ്റിനൊന്നും കൊണ്ടുവരാതെ ഇവരെ തന്നെ ചീഫ് ഗസ്റ്റ് ആക്കിയതിലുള്ള പ്രത്യേക സന്തോഷവും ഇതിന്റെ ഭാരവാഹികൾക്ക് പോകുന്നു. സുഭാഷ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് നടത്തിയതിന് നന്ദി. പക്ഷെ ഇടയ്ക്ക് ചില സിസ്റ്റത്തിൽ ചില തകരാറുകളൊക്കെ ഉണ്ടാകും. അത് പിന്നെ ഇതിനകത്ത് ഈ സിസ്റ്റത്തിലുള്ള കുഴപ്പമാണ്. അതിന് ഇംഗ്ലീഷിൽ മാനേജ്മെന്റ് സയൻസിൽ ഒരു വാക്കുണ്ട്, അതായത് ഇഫ് എനിത്തിങ് ക്യാൻ ഗോ റോങ് ഇറ്റ് വിൽ. അതുപോലെ തന്നെ ഇഫ് എവറിഥിങ് ഈസ് ഗോയിങ് റൈറ്റ് സംതിങ് വിൽ ഗോ റോങ്. അപ്പൊ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും ഒന്നുകൂടി നന്ദി, നമസ്കാരം. താങ്ക് യു ലബ സാർ. വിശേഷിച്ചും ആ കൂട്ടത്തിൽ മാനേജ്മെന്റിന്റെ ഏറ്റവും സുപ്രധാനമായ പാഠം ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിന് പ്രത്യേകം നന്ദി. നമ്മുടെ ആനുവൽ മീറ്റിംഗിലെല്ലാം സാറിന്റെ പ്രസംഗം കാതോർത്ത് കേൾക്കാൻ, പക്ഷേ അതുപോലെ തന്നെ ഞങ്ങളുടെ ഭാര്യമാർക്കും സാറിന്റെ കേൾക്കാൻ വളരെ താല്പര്യമാണ്. ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. Okay. Then time for, we are already behind schedule. We will go to the next item, that is felicitations. Felicitations by നമുക്ക് പിന്നെ 3 പേരാണുള്ളത്. I request everybody to be very brief. First I call upon Sri Jacob Varghese, our founder president, for the felicitation. Jacob Varghese, please. Sri Jacob Varghese, please. Are you there, Jacob Varghese? Are you there? Yeah, I am there. Please. I am here. Please. Lebba sir, dear friends and their families, I am happy to be associated with the 3rd publication successively in 5 months. I feel the editorial team is pumping in booster doses actually to the people of the club, and by including the family, our membership has increased from 400 to maybe 1500 to 1600, including, as Ratna Kumar was saying, it is from 5 years of age to 80 years of age, and we have really improve the canvas, and it will definitely increase the friendliness, the comradeship among our members. I congratulate Dr. Ratna Kumar and Krishna Kumar in their efforts in publication of this document. I have contributed also along with my family in the document, which you members can definitely see. And I have expressed the kind of living one can do by adopting hobbies
after retirement or after post 60, spending time fruitfully so that you will have less tension in life. Wish all the success to the present team of leaders, and thank you all. Thank you, Jacob Ogisa, our founder president. Now it is time for felicitation address by our Anthony Prince. I request Sri Anthony Prince to take over. Good morning from the Bahamas. It's 1 o'clock in the morning. So I would, dear Labasar, Srimati Methil Devika, Hiromi Maruhashi-san, my dear friends and families. Let me first of all wish you all again Onathinte ella ആശംസകളും. I think Subhash, with his leadership and associated with the management committee and other office bearers, have kept us most amused all throughout this COVID time with brilliant programs and bulletins, and now the special Onam bulletin. I know the editorial committee headed by Krishna Kumar, Rajendran, Job Chako, and Ratna Kumar did a great job. Especially Ratna Kumar has been persistent in obtaining contribution to the bulletin. I know how persistent he was in getting me to do Onapukalam as well as to contribute an article. He kept on asking me. He was persistent, but I understand that it's going to be a very interesting piece of publication in the history of our club. And thank you very much, Raktamar, for your great effort. I was very impressed by Srimati Methil Devika, who mentioned about the 60 plus people, and whatever she said is very true. And I think our generation is one of the group of people who has been able to withstand this COVID period. Because when I talk to young people, younger people, they are finding it extremely difficult to pass through this COVID period. Maybe because we have reached the age of 60 and we have kind of slowed down in our life and knew how to get along in our retired life. We are financially more settled than them. Therefore, I think the generation that has really faced this COVID is 60 plus. And with all these activities that has been now organized through our club, I think we have been always kept amused and occupied and interested. So once again, I sincerely thank from the bottom of my heart to Subhash and team, Ratna Kumar, and also all the members and their families and their children and grandchildren who have participated and contributed in this publication. And I thank you very much and wish you all safety and good health and all the best. Thank you. Thank you, Anthony Prince. Thank you, Anthony Prince, for a nice felicitation address. Now it is the time for felicitation address by Srimati Mumtaz Salim. Mumtaz, there is UAE president. There is first ever president of UAE chapter. Welcome, Mumtaz. Please go ahead. Thank you, sir. Clear ആണ് sir, കേൾക്കുന്നുണ്ടോ? Clear. President Sri Subhash sir, Chief Editor Sri Krishna Kumar sir, Chief Guest Methil Devika ji, Prashasta dancer Hiromi Maruhashi. എല്ലാ TKM 60 പ്ലസ് മുതിർന്ന അംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏത് പ്രതികൂല സാഹചര്യത്തിനെയും അതിജീവിക്കാൻ ഏജ് ഒന്നും ഒരു ബാധകമേ അല്ല. ഏത് ഏജ് ഗ്രൂപ്പിൽ ഇതെല്ലാം പറ്റും എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ഈ TKM 60 പ്ലസിന്റെ ഹാർമണി ഓണം ബുള്ളറ്റിൻ പതിപ്പിന്റെ പ്രകാശനം നടന്ന ഈ ചടങ്ങ്.
അപ്പൊ ഇതൊരു ചടങ്ങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് മാത്രമല്ല, ഇതിന്റെ പിന്നിൽ കുറച്ച് നാളായിട്ട് തന്നെ TKM 60+ അംഗങ്ങൾ പ്രവർത്തിക്കുകയും ഈ ഒരു ബുള്ളറ്റിൻ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായ ഒരു കാര്യം തന്നെയാണ്. അപ്പം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ TKM 60+ അംഗങ്ങൾക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും പല ഏജ് ഗ്രൂപ്പിലുള്ളവരും അത് പങ്കെടുത്തു എന്ന് നേരത്തെ സുഭാഷ് ജി പറഞ്ഞിരുന്നു. അപ്പൊ എല്ലാവർക്കും എൻ്റെ TKM UAE കമ്മിറ്റി അലൂമിനിയുടെ പേരിലുള്ള ആശംസകൾ അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നന്ദി ശ്രീമതി മുംതാസ് സലീം. ഈ അവസരത്തിൽ ഒരു കാര്യം ഓർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ TKM UAE അലുമിനി ചാപ്റ്ററും നമ്മുടെ 60+ വളരെ അടുത്ത് വർഷങ്ങളായി സഹകരിച്ച് പ്രവർത്തിക്കുകയാണ്. അവർ നടത്തിയ എല്ലാ ഗ്ലോബൽ മീറ്റിങ്ങുകളും ഞങ്ങൾ നന്ദി മുംതാസ്. താങ്ക് യു സാർ. അപ്പൊ അടുത്ത സമയത്ത് നടത്തിയ ഈ ഓണാഘോഷ പരിപാടിയിൽ 60+ അംഗങ്ങൾ എല്ലാവരും വളരെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണകുമാർ സാറിന്റെ ഒരു ഗാനോപഹാരം ഉണ്ടായിരുന്നു. ഈ അവസരത്തിൽ അതിനുള്ള നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. താങ്ക് യു. വീണ്ടും നമ്മുടെ സഹകരണം മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതിന്റെ ഈ ഹോസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് തന്നെ UAE ചാപ്റ്റർ ആണ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ് ഓൾസോ. താങ്ക് യു. Now it is time for a variety activities. Before going to that, is there any other chapters, global alumni or other chapters who are interested to speak 1 or 2 sentences? Is there anybody who wants to speak? Otherwise we will go to the other item. I hope there is not anybody we are already late by 40 minutes. Is there anybody who wants to speak? Those who is participating from other chapters, global chapter? Thank you. We will go into the next item, that is a dance program, variety activities. A dance program by Hiromi Marushabe. Actually, this is the second session. The first session is over. The meeting session is over. The second session is handled by Dr. Rekta Kumar. I hand over the mic to Dr. Rekta Kumar. I request Rekta Kumar, please take over. Rekta Kumar, are you there? Yes, please. For the second session, conducting the second session. Thank you. ഹിരോമി മരുഹാഷിസാൻ ജപ്പാനില് പുതിയതായിട്ടുള്ള ഒരു നൃത്ത പരിപാടി ആവിഷ്കരിക്കുകയുണ്ടായി. അത് ജപ്പാൻ ഗവൺമെന്റിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെ സഹകരണത്തോടെയുള്ള പദ്ധതി